ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം ട്രാക്കിലേക്ക് വീണ് മരണത്തെ മുഖാമുഖം കണ്ട യാത്രക്കാരനെ സാഹസികമായി രക്ഷപ്പെടുത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ നോർത്ത് മലബാർ റെയിൽവേ പാസഞ്ചേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി അനുമോദിച്ചു. റെയിൽവേ സിവിൽ പോലീസ് ഓഫീസർ വി ലഗേഷ്, സീനിയർ പോലീസ് ഓഫീസർ സുരേഷ് കക്കറ എന്നിവരെയാണ് അനുമോദിച്ചത്. അനുമോദന ചടങ്ങ് കണ്ണൂർ റെയിൽവേ പോലീസ് സബ് ഇൻസ്പെക്ടർ ബി വിജേഷ് ഉദ്ഘാടനം ചെയ്തു. ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കാൻ പറ്റിയത്. ആ ഒരു സന്തോഷം ഞാൻ നിങ്ങളോട് ആദ്യമായിട്ട് പ്രകാശിപ്പിക്കട്ടെ. സാധാരണഗതിയിൽ പോലീസ് ചെയ്യുന്ന പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ബോധപൂർവമല്ലാത്ത ചെറിയ പിഴവുകൾ പോലും ഏറെ വിമർശനങ്ങൾക്കും ശിക്ഷാ നടപടികൾക്കും വിധേയമാവുന്ന ഒരു സർക്കാർ വിഭാഗമാണ് പോലീസ്. അതിൻ്റേതായ സമ്മർദ്ദം അനുഭവിച്ചുകൊണ്ടാണ് നമ്മുടെ ഇവിടെയുള്ള ഓരോ പോലീസ് ഉദ്യോഗസ്ഥരും തൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർദ്ദേശങ്ങളും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ പലതരത്തിലുള്ള നിർദ്ദേശങ്ങൾ പൊതുജനങ്ങളോടായിട്ട് പറയാറുണ്ട്. ഒന്നാമത്തെ നിർദ്ദേശം, നമ്മുടെ ട്രെയിനുകളുടെ സുരക്ഷ സംബന്ധിക്കുന്ന വിവരങ്ങൾ നമ്മളോട് പങ്കുവെക്കാനും അതോടൊപ്പം ട്രെയിനിലെ യാത്രക്കാർക്ക് അപകടം ഉണ്ടാക്കുന്ന പ്രവൃത്തികളിൽ നിന്ന് പിന്മാറാനും എന്നുള്ളതാണ്. ട്രെയിനിൽ കല്ലെറിയുക, റെയിൽവേ ട്രാക്കിന് മുകളിൽ കല്ല് വെക്കുക തുടങ്ങിയ നിരന്തര ബോധവൽക്കരണങ്ങൾ അത് പാസഞ്ചേഴ്സിൻ്റെ ഭാഗമായിട്ടല്ല, നാട്ടുകാരും സ്കൂളുകളിലും മറ്റും ഞങ്ങൾ നിരന്തരമായിട്ട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ആളുകളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്ന ഉത്തരവാദിത്വം സ്വന്തം ജീവൻ മറന്ന് നിർവഹിച്ചവർക്കുള്ള അനുമോദന ചടങ്ങായിരുന്നു അത്. കായംകുളത്ത് നിന്നും അഹമ്മദാബാദിലേക്ക് കൊച്ചുവേളി എക്സ്പ്രസിൽ യാത്ര ചെയ്യുകയായിരുന്നു യാത്രക്കാരൻ. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ കുപ്പിവെള്ളം വാങ്ങിക്കാൻ പുറത്തിറങ്ങിയതായിരുന്നു. തിരിച്ച് വണ്ടിയിൽ കയറുന്ന സമയത്ത് പ്ലാറ്റ്ഫോമിനും വണ്ടിക്കും ഇടയിൽപ്പെട്ട് മരണത്തെ മുഖാമുഖം കാണുകയായിരുന്നു. യാത്രക്കാരനെ കണ്ണൂർ റെയിൽവേ സിവിൽ പോലീസ് ഓഫീസർ വി ലഗേഷ്, സീനിയർ പോലീസ് ഓഫീസർ സുരേഷ് കക്കറ എന്നിവരാണ് സാഹസികമായി രക്ഷപ്പെടുത്തിയത്. ആ ദൃശ്യങ്ങൾ ഞെട്ടലോടെയാണ് ലോകം കണ്ടത്. അഡ്വക്കേറ്റ് റഷീദ് അധ്യക്ഷനായി. ആർട്ടിസ്റ്റ് ശശികല, ദിനു മൊട്ടമൽ, രാജീവൻ ഉരുവച്ചാൽ, ദേവദാസ് തളാപ്പ്, കെ ജയകുമാർ, ജമാൽ സിറ്റി, സി കെ ജിജു, പി വിജിത് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.